നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒരു 10 വർഷത്തെ വികസന നേട്ടമാണ് CPM പറയുന്നത്. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? തൊട്ടിപ്പുറത്ത് UDF പറയുന്നത് ഞങ്ങളുണ്ട് എന്നാണ്. ഇതിനിടയിൽ വലിയ വാഗ്വാദങ്ങൾ, പോരുകൾ എല്ലാം കേരളം കണ്ടു കഴിഞ്ഞു. നമ്മൾ വലിയ സർവേ ഫലങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ തന്നെയും ഈ പറയുന്നത് പോലെ തന്നെ BJP തൊട്ടപ്പുറത്ത് ഒരു 5 സീറ്റോളം സ്വപ്നം കണ്ടാണ് ഇക്കുറി പ്രചരണ രംഗത്ത് അതിശക്തമായിട്ടുള്ളത്. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സർവേ ഫലങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിലും നടത്തിയിട്ടില്ല എങ്കിലും ഒരു ജനവികാരം കാണുമ്പോൾ എന്താണ് സംഭവിക്കുക? ആര് വീഴും, ആര് വാഴും, ആർക്കാണ് ചെങ്കോലും കിരീടവും ഒക്കെ കിട്ടുക എന്നുള്ള ഒരു ചോദ്യം. 3 മുന്നണികൾ അധികാരം വല്ലാതെ മത്തുപിടിപ്പിക്കുന്ന ഒന്നാണ്. ഈ 82-ാം വയസ്സിലും അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ല. അധികാരത്തിൻ്റെ ഒരു ഉന്മാദം, മത്ത് അതിൽ ലയിച്ച് നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പിണറായി വിജയനെ കണ്ടിരുന്നത് 40 അകമ്പടി വാഹനങ്ങളും കമാൻഡോകളും ഒക്കെയായി സഞ്ചരിക്കുന്ന ഒരു അധികാരം ആസ്വദിച്ച് കഴിയുന്ന ഒരു ഉഗ്രരൂപിയായിട്ടാണ്. പക്ഷേ ആ ഉഗ്രരൂപി കൊട്ടാരം വിട്ടിറങ്ങി ആ നാട്ടുരാജാവ് ജനങ്ങൾക്കിടയിലേക്ക് നമ്മുടെ മണ്ണിൽ കാലുകുത്തി. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ശക്തി. എത്ര ഉയരങ്ങളിലിരുന്നാലും താഴെ വരണം, വോട്ട് ചോദിക്കണം, ജനങ്ങൾ അംഗീകരിക്കണം. ജനാധിപത്യം നമുക്ക് നൽകുന്ന ഏറ്റവും സുന്ദരമായൊരു മുഹൂർത്തമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ദിവസം. പിണറായി വിജയന് മാത്രമല്ല, അധികാരം കൊതിക്കുന്ന ഓരോരുത്തർക്കും നെഞ്ചിടിപ്പുണ്ട്. പക്ഷെ ഇവിടെ ജനങ്ങളാണ് ഒരു ദിവസത്തേക്ക് രാജാവ്. അത് അംഗീകരിക്കുകയാണ് മറുവശത്ത് രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ. എവിടെയാണ് പിണറായി വിജയൻ എന്ന ഈ ഏകാധിപതിക്ക് പിഴച്ചത്? 2016 പിണറായി അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുൻപ് 2015 അന്ന് തൃശ്ശൂർ സമ്മേളനത്തിൽ വെച്ച് കോടിയേരി ബാലകൃഷ്ണൻ ഒരു പ്രഖ്യാപനം നടത്തി. പാർട്ടിയുടെ വിഭാഗീയത അവസാനിച്ചു. VS അച്യുതാനന്ദൻ ആണിയടിച്ചു എന്ന പ്രഖ്യാപനമാണ് അന്ന് അവിടെ കോടിയേരി നടത്തിയത്. പിന്നീട് പിണറായി വിജയൻ്റെ അശ്വമേധം നമ്മൾ കാണുന്നത് 2015 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായി കഴിഞ്ഞിരുന്ന പിണറായി വിജയൻ 1-2 അല്ല 16 വർഷം, അതിനുശേഷം നീണ്ട 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏതാണ്ട് നല്ല കാലം പിണറായി വിജയൻ അധികാരത്തിൻ്റെ ശീതളമേൽ ആഘോഷിച്ചു. 2016 2021 കാലഘട്ടം പിണറായി വിജയൻ സർക്കാർ ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ അന്ന് വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഈ സംവിധാനത്തെ നോക്കിക്കണ്ടത്. പക്ഷെ പിന്നീട് എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നത്? ആദ്യം നിപ്പ, ആ വൈറസിനെ പിടിച്ചു കിട്ടിയ ഒരു ടീച്ചറമ്മയുണ്ട്. പിന്നീട് ആ ടീച്ചറമ്മയെ പിണറായി വിജയൻ പിടിച്ചു കിട്ടുന്നു. അത് കഴിഞ്ഞ് ഓഖി. എത്ര ദുരന്തങ്ങളാണ് കേരളത്തിന് മേൽ പെയ്തിറങ്ങിയത്. 2018-19 കാലഘട്ടത്തിലെ പ്രളയം, ആ പ്രളയത്തിലാണ് ആദ്യമായി ഒരു ക്യാപ്റ്റൻ കേരളത്തിൽ ജനിക്കുന്നത്. പിന്നീട് കോവിഡ്. ആ ദുരന്തത്തെ നേരിടാനെന്ന് ടീച്ചറമ്മ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ ടീച്ചറമ്മയെ പിടിച്ചു കെട്ടി അകത്തിട്ട് മൈക്ക് തട്ടിപ്പറിച്ച് പിണറായി വിജയൻ ഈ കുടുംബ സദസ്സിലെ നായകനായി അരങ്ങേറ്റം കുറിച്ചു. എല്ലാ ദിവസവും ചാനൽ ചർച്ചയിൽ പിണറായിയുടെ മുഖം, പിണറായിയുടെ ഫുൾ ഫിഗർ, കുരങ്ങന്മാരെന്ത് ഭക്ഷണം കഴിക്കണം, ഉറുമ്പിനാര് വെള്ളം കൊടുക്കും, നാട്ടിലെ പാവങ്ങളെ ആര് സംരക്ഷിക്കുമെന്നും തുടങ്ങി പിണറായി വിജയൻ്റെ മറ്റൊരു മുഖം കണ്ടെന്ന് കേരളം അന്തം വിട്ടുപോയി. ഇതിനൊക്കെ ഒടുവിൽ 2021 പൊതു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് മുൻപ് കിറ്റിൽ എല്ലാം ഒതുക്കി അവർക്ക് കൈമാറി ആ കിറ്റ് നൽകി വോട്ട് വാങ്ങിയ പിണറായി വിജയൻ്റെ തന്ത്രം. തൊട്ടപ്പുറത്ത് ആളുകൾ പറഞ്ഞു സ്പ്രിംഗ്ലർ, എത്ര അഴിമതി കഥകൾ. 2019 സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് ശബരിമല യുവതീ പ്രവേശനം, അന്ന് ബിന്ദു അമ്മണിയും കനകദുർഗയും ഒക്കെ സന്നിധാനത്ത് പോലീസ് സംരക്ഷണം ഒരുക്കി അവിടെ ദർശനത്തിന് അനുവദിച്ച ഏറ്റവും കിരാത കാഴ്ച. അന്ന് മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ അന്ന് പിണറായി പറഞ്ഞ മറുപടി, ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി ഭരണകൂടം അവരെ അവിടെ ഇറക്കിയതല്ലല്ലോ, അവർ എല്ലാവരും പോകുന്ന വഴിയിലൂടെയല്ലേ കടന്നുപോയതെന്ന്. ഇരുട്ടിൻ്റെ മറവിൽ പോലീസ് അകമ്പടിയിൽ ഇവരെ സന്നിധാനത്തെത്തിച്ചതെന്ന് വിശ്വാസികളെ വേദനിപ്പിച്ചു. അവർ തെരുവിലേക്കിറങ്ങി. ഇന്ന് നമ്മൾ കണ്ടു, നായർ സമുദായം ഒന്നടങ്കം തെരുവിലേക്കിറങ്ങി നാമജപഘോഷയാത്രയുമായി. അന്ന് സുകുമാരൻ നായരുടെ മറ്റൊരു മുഖം കണ്ടു. പിന്നെ അതേ സുകുമാരൻ നായർ പിണറായിയുടെ കാൽ കീഴിൽ കിടക്കുന്ന കാഴ്ച, അത് സുകുമാരൻ നായരുടെ ദുര്യോഗം തന്നെയാണ്. ആ
നായർ സമുദായം മുന്നിട്ടിറങ്ങിയതോടെ വിശ്വാസ സമൂഹം ഒന്നായി തെരുവിലേക്ക് ഇറങ്ങുന്നു. കോൺഗ്രസ് പിന്നീട് ആ പ്രക്ഷോഭത്തിൽ അണിനിരന്നു. മറുവശത്ത് BJPയും സംഘപരിവാർ സംഘടനകളുമൊക്കെ യുവതീ പ്രവേശനത്തിനെതിരെ നിലയുറപ്പിച്ചു. ഇതോടെ പിണറായി പരുങ്ങി. പിന്നീട് കേരളം കണ്ടത് ഒരു നവോത്ഥാന മതിലാണ്. ഒരറ്റത്ത് വൃന്ദ കാരാട്ടും മറുവശത്ത് KK ശൈലജയും അണിനിരന്ന് 620 കിലോമീറ്റർ ദൂരത്തിൽ ഒരു മനുഷ്യ മതിൽ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. 55 ലക്ഷം പേർ ആ മതിലിൽ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പക്ഷെ നമുക്ക് എണ്ണി നോക്കാൻ മാർഗ്ഗമില്ല. മതിൽ പല സ്ഥലങ്ങളിലും മുറിഞ്ഞിരുന്നു. പക്ഷേ അതിൽ സാംസ്കാരിക നായകരുടെ വലിയൊരു ഇരച്ചുകയറ്റം നമ്മൾ കണ്ടു. എന്നാൽ 2021 ഭരണകാലഘട്ടത്തിൽ ഇതേ സാംസ്കാരിക നായകർ തലയിൽ മുണ്ടിട്ടോടി. അന്ന് വനിതാ മതിലിൽ, നവോത്ഥാന മതിലിൽ അണിചേർന്ന വെള്ളാപ്പള്ളി നടേശൻ കളം അനുകൂലമല്ല എന്ന് കണ്ടപ്പോൾ കളം മാറ്റി ചവിട്ടി. ആ വെള്ളാപ്പള്ളി നടേശനെ കാത്തിരുന്നത് കേന്ദ്ര സർക്കാർ അയച്ച കമാൻഡോകളും Z കാറ്റഗറിക്ക് തുല്യമായ സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെയാണ്. ഇത് കണ്ട് പിണറായിക്ക് കാലിളകി. വെള്ളാപ്പള്ളിയോട് സമസ്ത അപരാധം പറഞ്ഞ പിണറായി വെള്ളാപ്പള്ളിയെ വീണ്ടും ഒക്കത്തിരുത്തി. പിന്നീട് ഇരുവരും അയ്യപ്പ സംഗമത്തിൽ അങ്ങ് പമ്പയിൽ കൂടിക്കാഴ്ച നടത്തുകയും ഇരുവരും ഒരു കാറിൽ വന്നിറങ്ങുകയും ചെയ്യുന്ന രംഗങ്ങൾ, ഇതൊക്കെ ഒരു സിനിമ പോലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. ശബരിമല യുവതീ പ്രവേശനം എന്ന ഏറ്റവും ക്രൂരമായ സംഭവം ജനങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിലും COVID-19 എല്ലാം മായ്ച്ചു കളഞ്ഞു. കോവിഡിൻ്റെ ആ ഒരു ഏറ്റവും രൂക്ഷമായ ആക്രമണത്തിൽ എത്ര ദുഷ്ടനാണെങ്കിലും പിണറായി വിജയൻ തന്നെ ഭരിക്കട്ടെ എന്ന് ജനം വിധി എഴുതി. എന്നാൽ 2021-26 കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ അതിലേക്കൊന്ന് തിരിയുമ്പോൾ അയ്യപ്പ സംഗമത്തിലൂടെ നഷ്ടപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചെടുക്കാം എന്ന ഒരു മൂഢ ധാരണ പിണറായി വിജയനെ അട്ടപടലം വീഴ്ത്തി. അവിടെ നിന്നാണ് പിന്നെ സ്വർണ്ണക്കൊള്ള എന്നൊരു വലിയ ആരോപണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്, വിവാദമായി കത്തിയാളുന്നത്, പാർട്ടിയുടെ നേതാക്കൾ ജയിലിലാകുന്നത്, ശബരിമല സന്നിധാനത്ത് പൊതിഞ്ഞ സ്വർണം പൊളിച്ചെടുത്ത കഥ നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു വശത്ത് ഈ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മറുവശത്ത് 2020 കാലഘട്ടത്തിലെ സ്വർണ്ണക്കൊള്ള, വിമാനത്താവളത്തിലൂടെ അന്ന് സ്വർണം കടത്തിയ കാഴ്ച, സ്വപ്ന സുരേഷ് ഉയർത്തിയ ആരോപണങ്ങൾ, പിന്നീട് പിണറായി വിജയൻ ഭരിക്കുന്ന വകുപ്പിനെതിരെ എത്രയെത്ര ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഇവിടെയൊക്കെ നമ്മൾ പിണറായി വിജയൻ എന്നൊരു ബ്രാൻഡിനെ കാണണം. പിണറായി വിജയൻ 2016 അധികാരം ഏറ്റെടുക്കുമ്പോൾ അന്ന് പാർട്ടിയെ ആവാഹിച്ച് ഒരു ഉഗ്രരൂപിയായി അദ്ദേഹം മാറി. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുകളിൽ ഒരു പരുന്തും പറക്കരുതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. 2016 ഒരു ചടങ്ങിൽ പിണറായി വിജയൻ നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു പ്രാവിനെ കൊണ്ട് കയ്യിലേക്ക് കൊടുത്തു. ഈ പ്രാവിനെ ആകാശത്തേക്ക് പറത്തിവിട്ട പിണറായി വിജയൻ അന്ന് വിട്ട് പ്രാവ് നേരെ മൂക്കും കുത്തി താഴെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാല് കെട്ടിയിട്ടിരിക്കുക. പറന്നു പോകാതിരിക്കാൻ കാല് കെട്ടിയിട്ടത് അതുപോലും മനസ്സിലാക്കാതെ ആകാശത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്നവർ ഓടിച്ചെന്ന് പ്രാവിനെ എടുത്ത് കാലിൻ്റെ കെട്ടഴിച്ച് വീണ്ടും പിണറായിയുടെ കയ്യിൽ കൊടുക്കാൻ നോക്കി. പക്ഷെ ക്രൂരനായി പിണറായി അവരെ നോക്കി. ആളുകൾ ഭയപ്പെട്ടു. ആദ്യ ഭയം. ഒരു ഭരണകൂട അടയാളമായി പിണറായി മാറിയപ്പോൾ ജനതയെ അടിമകളാക്കി അവരെ ഭയപ്പെടുത്തി ഭരിക്കാം എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അതിന് തുല്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുകളിൽ പറന്നുയരാൻ ശ്രമിച്ച മറ്റൊരു പ്രാവുണ്ട്, ശൈലജ പ്രാവ്, അന്നത്തെ ആരോഗ്യമന്ത്രി. അവരുടെ കാല് കെട്ടിയിട്ട് ആദ്യം അവരെ മന്ത്രിയുടെ ഓഫീസിൽ തളച്ചിട്ടു. പിന്നീട് ശൈലജയെ ഒതുക്കി കൂട്ടി കൊട്ടയിലാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് 2021 തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം അവർ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ വളർന്നു കയറുമെന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു, പൊതുപ്രതീതി. അതെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു. അവർക്ക് അധികാരം കൈമാറിയില്ല. പിണറായി വിജയനൊപ്പം ആദ്യ മന്ത്രിസഭയിൽ അന്ന് ശക്തമായ സാന്നിധ്യമായിരുന്ന ജി സുധാകരൻ, തോമസ് ഐസക് തുടങ്ങിയ താരങ്ങളെയൊക്കെ വെട്ടിനിരത്തി. EP ജയരാജൻ തനിക്കൊപ്പം വളർന്നു എന്ന ധാരണ മനസ്സിൽ പുലർത്തുന്നയാളാണെന്ന് പിണറായിക്കറിയാം. EP വെട്ടി. വ്യക്തിപൂജയുടെ പേരിൽ P ജയരാജനെ വെട്ടിയൊതുക്കി. അന്ന് പിണറായി പറഞ്ഞു ഇമ്മാതിരി ഏർപ്പാടൊന്നും ഈ പാർട്ടിയിൽ വേണ്ടെന്ന്. എന്നാൽ ഇമ്മാതിരി ഏർപ്പാടല്ല, അതുക്കും മേലെയാണ് പിന്നീട് പിണറായി പുലർത്തിയത്. ഒരു മുഖ്യമന്ത്രിയെ കാരണഭൂതനാക്കി, ചെങ്കനലാക്കി, ഇരട്ടച്ചങ്കനാക്കി, പിന്നെ ഏതെല്ലാം അടയാളങ്ങൾ ചാർത്തി കൊടുത്തു. ഇതൊക്കെ ഇതേ പാർട്ടി തന്നെ അദ്ദേഹത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയല്ല നമ്മൾ കണ്ടത്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു അപജയമാണ്. പിന്നീട് പാർട്ടി പൂർണ്ണമായും പിണറായി വിജയൻ്റെ ചൊൽപ്പിടിയിൽ. നമുക്കറിയാം ഒരു കാലഘട്ടം 2006-2011 കാലഘട്ടം. അന്ന് കേരളം ഭരിച്ചിരുന്നത് VS അച്യുതാനന്ദനാണ്.
2011 VS മുഖ്യമന്ത്രിയാകും എന്ന് പോലും ഉറപ്പില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിലേക്ക് വലിയൊരു ജനസഞ്ചയം ഇരച്ചെത്തി. സീറ്റ് പോലും നിഷേധിക്കപ്പെട്ട VSന് ഒടുവിലാണ് സീറ്റ് കിട്ടിയത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തു. പിണറായി വിജയൻ അന്ന് ഉറപ്പിച്ചു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ AKG സെൻറ്ററിൽ ഇരുന്ന് നൽകുന്ന തിട്ടൂരം അനുസരിച്ച് മാത്രമേ VS ഭരിക്കാവുള്ളൂ എന്ന്. അങ്ങനെ പിണറായി തിട്ടൂരം കൊടുത്തുകൊണ്ടിരുന്നു. VSൻ്റെ ഓഫീസ് അടക്കി ഭരിച്ചിരുന്നവരൊക്കെ പിണറായിയുടെ ആജ്ഞാനുവർത്തികൾ. മറുവശത്ത് VS അച്യുതാനന്ദനിൽ നിന്ന് ആഭ്യന്തരമെടുത്ത് കോടിയേരി ബാലകൃഷ്ണന് കൊടുക്കുന്നു. അത് കോടിയേരി പിണറായിയുടെ സഹയാത്രികനാണ്, പിണറായിയുടെ ഒരു ആജ്ഞാനുവർത്തിയാണ്. അപ്പോൾ പൂർണ്ണമായി VSനെ വെട്ടി ഒതുക്കി, VSനെ കൂട്ടിൽ കയറ്റി. ഒരുപക്ഷെ 2011-16 കാലഘട്ടത്തിൽ VSും പിണറായിയും ഒക്കെ ഉറക്കം എഴുന്നേൽക്കുന്നത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള ഉമ്മൻചാണ്ടിയെയോ മറ്റ് നേതാക്കളെയോ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടായിരിക്കില്ല. VS എന്ത് ചെയ്യുന്നുവെന്ന് പിണറായി എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ആദ്യമായിരിക്കാം VSന്. പരസ്പരം പോരടിച്ചും വെല്ലുവിളിച്ചും വെട്ടിനിരത്തിയും ഒരു കാലഘട്ടം. ഇരുണ്ട കാലഘട്ടമെന്ന് UDFനെ ആക്ഷേപിക്കുന്നവർക്ക് ഇതിന് മറുപടിയില്ല. കാരണം അതിനേക്കാൾ ഭയാനക കാലഘട്ടത്തിലൂടെയായിരുന്നു അന്ന് CPM കടന്നു വന്നത്. ഈ പിണറായി അതിനു മുമ്പുള്ള അനേക വർഷത്തെ ചരിത്രങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ എല്ലാം കൈപ്പിടിയിൽ വെട്ടി ഒതുക്കിയെടുത്ത് തനിക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് അല്ലാത്തവരെ തകർത്ത് കളയുന്നൊരു ശൈലി എപ്പോഴും പുറത്തെടുത്തിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി എടുത്ത ശൈലി എന്താണ്? പുതുമുഖങ്ങളെ അണിനിരത്തിയുള്ളൊരു മന്ത്രിസഭ. അവിടെ നേരത്തെ മന്ത്രിയായവരില്ല, പരിചയസമ്പന്നരില്ല. പിണറായി വിജയനും പിന്നെ കുറേ പിള്ളേരും. അതിലേറ്റവും മുതിർന്ന നേതാവായി വളർന്നു വന്ന ആരാ? മുഹമ്മദ് റിയാസ്. അപ്പോൾ റിയാസിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക പിണറായിയുടെ ലക്ഷ്യമായിരുന്നല്ലോ. പാർട്ടിയെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കിയ പിണറായിയെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. മുൻപ് EMS ഭരിച്ചപ്പോൾ EMS ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയാണ് തനിക്ക് ദൈവം, പാർട്ടിക്കപ്പുറം തനിക്കൊന്നുമില്ല. EMS ഭരിച്ചിരുന്നപ്പോൾ, PKV ഭരിച്ചിരുന്നപ്പോൾ, നയനാർ ഭരിച്ചിരുന്നപ്പോൾ, ഇവരൊക്കെ ഭരിക്കുമ്പോൾ പാർട്ടിയായിരുന്നു മുഖ്യം, പാർട്ടിക്കപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിണറായി പിന്നീട് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി. പാർട്ടി പിണറായി വിജയനായി മാറി. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നതും അതുകൊണ്ട് തന്നെ. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്, പാർട്ടി അണികളെ സംബന്ധിച്ച് അവർക്ക് മുന്നിലുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഭരണം വേണോ, പാർട്ടി വേണോ? ഇനിയൊരു ഭരണത്തിലേക്ക് ഈ പാർട്ടി ചെന്നാൽ ഭരണം നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, പാർട്ടി എന്നേക്കുമായി അസ്തമിക്കും. അതുകൊണ്ട് ഭരണം കളഞ്ഞ് പാർട്ടി പിടിക്കാനുള്ള ഒരു ശ്രമം പാർട്ടി അണികൾക്കിടയിൽ ഇപ്പോൾ പടരുന്നുണ്ട്. അതാണ് പിണറായി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ആ ഭയത്തിൽ നിന്നാണ് പല വാക്കുകളും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം അറിയാതെ പുറത്തേക്ക് വരുന്നത്. കടക്കുപുറത്ത്, വീട്ടിൽ പോയി ചോദിക്കുക. ഏകാധിപത്യം എവിടെയാണ് ഉയർക്കുന്നത്? ഏകാധിപതികൾ പൊതുവെ വിമർശനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഏകാധിപതികളുടെ ചില സൈക്കോളജി ചില മനഃശാസ്ത്രജ്ഞർ വിവരിച്ചിട്ടുണ്ട്. അവർ ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്നു. ആൾക്കൂട്ടത്തിൽ അടുത്ത് നിൽക്കുന്നയാൾ തൻ്റെ ദേഹത്ത് തൊട്ടിയുരമ്പുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഏകാധിപതികൾക്ക് ഇത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. അവർ മുൻപിലും പുറകിലും സൈഡിലുമൊക്കെ ശത്രുക്കളെയാണ് കാണുന്നത്. എപ്പോൾ വേണമെങ്കിലും തൻ്റെ നെഞ്ചിൻ കൂടിലേക്ക് കടന്നു വരുന്ന കഠാരയാണ് സ്വപ്നം കണ്ടുറങ്ങുന്നത്. കാരണം ഏകാധിപതിയുടെ മനസ്സത്ര ക്രൂരമാണ്. അത്തരമൊരു ഏകാധിപതിയുടെ മുഖച്ഛായ പിണറായിയിൽ ചാർത്തപ്പെട്ടു എങ്കിൽ അദ്ദേഹം ഒരിക്കലെങ്കിലും ഒരു കണ്ണാടിയിൽ നോക്കി സ്വയം തിരുത്താനുള്ള അനേക അവസരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെടുത്തി. 2021-26 കാലഘട്ടത്തിൽ പ്രായാധിക്യമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം സ്വയം തിരുത്തലിന് വിധേയമാകണമായിരുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലണമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ അടയാളമായി മാറണമായിരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ CPMന് ആർജവമുണ്ടായിരുന്നു എങ്കിൽ KK ശൈലജയുടെ മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കണമായിരുന്നു. KK ശൈലജ മുഖ്യമന്ത്രിയായി വന്നിരുന്നു എങ്കിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നടന്നുപോയ ജനങ്ങളുടെ മനസ്സിൽ മറ്റൊരു പ്രതീക്ഷ നാം വിട്ടേനെ. പരസ്പരം തല്ലുകൂടുന്ന, വഴക്കിടുന്ന, ഗ്രൂപ്പ് പോരിൽ വെന്ത് അളിയുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനവും UDFും ഒരാൾക്കൂട്ടമായി മാറുമ്പോൾ അതിനൊരു ബദൽ സംവിധാനമായി CPM ഉയർന്നേനെ. പക്ഷെ ഇവിടെ അതിനേക്കാൾ കെട്ട പാർട്ടിയായി CPM അധംപതിച്ചു എന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് വീണ്ടും UDF എന്ന ചിന്ത രൂഢമൂലമാകുന്നത്. അവിടെ പിണറായി വിജയന് തെറ്റുപറ്റി, MV ഗോവിന്ദൻ എന്ന റബ്ബർ സ്റ്റാമ്പിന് തെറ്റുപറ്റി. പാർട്ടിയിൽ ആർജവമുള്ള മറ്റ് നേതാക്കളില്ല. P ജയരാജൻ 75 വയസ്സ് കഴിഞ്ഞതിൻ്റെ പേരിൽ വെട്ടിമാറ്റപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ നിസ്സംഗനായി. ഈ പാർട്ടിയിൽ വിരലുയർത്താൻ, കൈ ഉയർത്താൻ, അധികാരസ്ഥാനത്തിന് നേരെ ഒരു വിമർശനം ഉന്നയിക്കാൻ ഇന്ന് ആരുമില്ല. നപുംസകങ്ങളായി മാറി.
അവിടെയാണ് ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. അവിടെയാണ് പിണറായി വിജയൻ ഇന്ന് ഏറ്റവും വലിയ പരീക്ഷണം നേരിടുന്നത്. നാളെ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ജനത്തിന് മുന്നിൽ തെളിഞ്ഞു വരുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പിണറായി വിജയൻ അധികാരം പിടിക്കുന്നു, ഏകാധിപതിയാകുന്നു, അത് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് കോൺഗ്രസ് ഒരു പരിധിയിലേറെ പിണറായി വിജയൻ്റെ വളർച്ചയ്ക്ക് വഴിവെച്ചു കൊടുത്തു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് UDF. കാരണം ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് ഇവിടെ ഒരിക്കലും ഈ പറയുന്ന 10 വർഷക്കാലം കോൺഗ്രസോ UDFോ നിലകൊണ്ടിട്ടില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ശബരിമല വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്ന യുവതീ പ്രവേശന വിഷയത്തിൽ വലിയ യുദ്ധം നടന്നു എന്ന് വേണം പറയാൻ. ഒരു കലാപം നടന്നു എന്ന് ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ CPM കയറി വരുന്നത് കണ്ടു. അന്ന് CPM പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്, അതായത് അയ്യപ്പൻ ഞങ്ങളുടെ കൂടെയാണ് എന്നുള്ളത്. വീണ്ടും ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ വീണ്ടും ശബരിമല ഒരു സ്വർണ്ണക്കൊള്ളയുടെ രൂപത്തിൽ സർക്കാരിനെ വേട്ടയാടുന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ ആ സ്വർണ്ണക്കൊള്ള എവിടെയും അധികം വലിയൊരു ചർച്ചയായി മാറുന്നില്ല. മറ്റൊരു കാര്യം, വലിയ അടിയും തിരിച്ചടിയുമായി നിൽക്കുന്ന ഒരു UDFനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും അവരുടെ ആ അടി പ്രകടമായി പുറത്തേക്ക് വന്നതാണ്. കെ സുധാകരൻ പറഞ്ഞൊരു പ്രസ്താവന, മാധ്യമങ്ങൾ ചോദിക്കുന്നു അധികാരം കിട്ടിയില്ലെങ്കിൽ സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പറയുന്നത് എന്ന്. എന്താണ് തീരുമാനം, എന്താണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പോകാതെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളൊരു കുത്താണ് അവിടെയും കൊടുത്തത്. മാത്രമല്ല ഈ നിപ്പയും കോവിഡും ഈ പറയുന്ന പ്രളയവും ഒക്കെ വന്നപ്പോഴും ഈ ക്യാപ്റ്റനായിട്ട് പിണറായി സ്വയം അങ്ങ് ഉദിച്ചുയർന്നപ്പോഴത്തേക്ക് അവിടെയും കോൺഗ്രസും UDFും താഴേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോഴും അവിടെ ഈ പ്രളയത്തിനിടയിലും പ്രതിസന്ധികൾക്കിടയിലും കോൺഗ്രസ് കിടന്ന് തമ്മിലടിക്കുന്നതാണ്. പൊതുവെ അപ്പോൾ ജനങ്ങൾക്ക് തോന്നുകയാണ് എന്തിന് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാകില്ലേ? ഇത് നമുക്ക് 2 തലത്തിൽ ഈ ഒരു സിറ്റുവേഷൻ എടുക്കാം. ഒന്ന് 2011-16 കാലഘട്ടത്തിലെ UDF മന്ത്രിസഭ ഒരു കെട്ട മന്ത്രിസഭയായിരുന്നു. പരസ്പരം ചെളിവാരി എറിഞ്ഞ് സ്വന്തം മന്ത്രിമാരെ മറ്റ് മന്ത്രിമാരെ ആക്ഷേപിക്കുന്നു. പുറത്തു നിന്ന് ഹരിത MLAമാർ എന്ന പേരിൽ ഒരു കൂട്ടം MLAമാർ ഭരണത്തിലിരിക്കുന്നവർക്ക് നേരെ കല്ല് വലിച്ചെറിയുന്നു. അന്ന് KPCC അധ്യക്ഷനായിരുന്ന VM സുധീരനും സതീശനും പ്രതാപനുമൊക്കെ ചേർന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ വെള്ളം കുടിപ്പിച്ചത്. ആരോപണങ്ങൾ ഏറെ ഉയരുന്നത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ തമ്മിൽ തല്ലി തല തല്ലിക്കീറി എല്ലാം കൂടി വീണു 2016. 2021 എത്തിയിട്ട് അവർക്ക് തലപൊക്കാൻ കഴിഞ്ഞില്ല. അന്ന് യുവതീ പ്രവേശനം പ്രക്ഷോഭം പറഞ്ഞു. പക്ഷേ യുവതീ പ്രവേശനത്തെക്കാളൊക്കെ ജനങ്ങളെ അന്ന് സ്വാധീനിച്ചത് കോവിഡാണ്. കോവിഡിൻ്റെ ആ ഒരു ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. അന്ന് ജനങ്ങൾ ആഗ്രഹിച്ചത് ഒരു കരുത്തനെയാണ്. കേരളത്തെ നയിക്കാൻ, ഞങ്ങളെ രക്ഷിക്കാൻ ഒരു കരുത്തിൻ്റെ അവതാരമായി അവർ പിണറായിയെ കണ്ടു. അതിലാണ് പിണറായി എന്ന ബ്രാൻഡ് വളർന്നത്. പക്ഷേ അതൊരു പൊള്ളയായ ബ്രാൻഡാണ് എന്ന് 2021-26 കാലഘട്ടത്തിൽ ഇതേ ജനം തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് ആൾക്കൂട്ടമാണ്, അവർ തമ്മിൽ തല്ലും. ജനാധിപത്യത്തിൽ നമുക്ക് വിമർശനങ്ങൾക്കുള്ള സ്ഥാനമുണ്ട്. പരസ്പരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും തിരുത്താനുമുള്ള സ്ഥാനമുണ്ട്. ഒരു സ്ഥലത്ത് ഇതിൻ്റെ അമിത ഉപയോഗം ജനാധിപത്യത്തിൻ്റെ പേരിൽ എന്ത് ആഭാസവും കാട്ടുന്ന ഒരാൾക്കൂട്ടമായി കോൺഗ്രസും UDFും അതമ്പതിക്കുന്നു. മറുവശത്ത് ജനാധിപത്യത്തെ കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ്. ജനാധിപത്യം ഭരിച്ചു, അവിടെ വിമർശനങ്ങളില്ല, തിരുത്തലുകളില്ല, ഡിക്റ്റേറ്റർഷിപ്പാണ്. ഡിക്റ്റേറ്റർഷിപ്പിന് വലിയ നിലനിൽപ്പ് ഇല്ല. ഈ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ഒരു ആത്യന്തിക അപകടമുണ്ട്. ആദ്യം സ്റ്റേറ്റിലേക്ക് ഡിക്റ്റേറ്റർ, സ്റ്റേറ്റും നേതാവും താനാണ്, അത് രണ്ടും ഒന്നാണ് എന്നുള്ളൊരു ചിന്ത. സ്റ്റേറ്റും നേതാവും പാർട്ടിയും ഒന്നാണ് എന്നുള്ളൊരു ചിന്ത. താനാണ് പാർട്ടിയെന്നും തനിക്ക് മീതെ മറ്റൊരു ശക്തിയില്ല എന്നുമുള്ള ഒരു അഹംബോധം, അത് അഹങ്കാരം, ധാർഷ്ട്യമാണ്. അത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ ഒരു മനുഷ്യൻ എത്തപ്പെട്ടാൽ അതൊരു സ്റ്റേറ്റിൻ്റെ സർവനാശമായിരിക്കും. അവിടെ ജനാധിപത്യം എന്നേക്കുമായി മരിക്കും. നമുക്ക് ജനാധിപത്യം വീണ്ടെടുക്കണം എന്നതുകൊണ്ട് കോൺഗ്രസും UDFും പെർഫെക്റ്റാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. അവരൊരു പക്ഷേ ഇതിനേക്കാൾ കെട്ട ഭരണമായിരിക്കും കാഴ്ചവെക്കുന്നത്. പക്ഷേ അവിടെ ജനാധിപത്യം ഉണ്ടാവും. ആ ജനാധിപത്യത്തിൽ തിരുത്തലുകളുണ്ടാവും. ആ ജനാധിപത്യത്തിൽ വിമർശനമുണ്ടാവും. അവരെ താഴെ ഇറക്കാനുള്ള ആക്രോശം അവർക്കിടയിൽ നിന്ന് തന്നെ ഉച്ചത്തിൽ നമുക്ക് കേൾക്കാം. പരസ്പരം വെട്ടിക്കീറുന്ന അണിയറയിലെ നീക്കങ്ങൾ ഓരോന്നും ജനങ്ങൾക്കിടയിലേക്ക് വരും. ഏകാധിപതികൾക്ക് വലിയ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനുണ്ട്. അതിലൊന്ന് മാധ്യമങ്ങളെ നിശബ്ദരാക്കുകയാണ്. ഇവിടെ മാധ്യമങ്ങൾ ഇപ്പോൾ നിശബ്ദരാണ്. എങ്ങനെ? അവർക്ക് പണം കൊടുത്തു, അവരെ ഭയപ്പെടുത്തി.
എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കും. ടി പി ചന്ദ്രശേഖരൻ എതിർ ശബ്ദവുമായി ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞില്ലേ? എത്ര ദുരൂഹമരണങ്ങൾ. എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിശബ്ദരായത്? അവരുടെ വായിൽ പണം വെച്ച് തിരികിയപ്പോൾ അതുകൊണ്ട് കണ്ണ് മിഴിച്ചുപോയി മാധ്യമങ്ങൾ. എല്ലാത്തിനെയും വിലക്കെടുക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മൾ മറുവശത്ത് കാണുന്ന ചില ഒറ്റയാൻ നേതാക്കളുണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഇവരെയൊന്നും നിസ്സാരക്കാരായി നമുക്ക് കാണേണ്ടതില്ല. പക്ഷെ ഒരുപാട് അപജയങ്ങൾ, ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത സ്ഥാനാർത്ഥികൾ UDF-ലും കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ പക്ഷേ ചിലത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് നിർവാഹമുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ പല മുഖങ്ങളാണ്. ഇതിലൊരു ഓപ്ഷൻ അത് ജനങ്ങൾക്ക് പൂർണ്ണമായും നമ്മൾ വിട്ടുകൊടുക്കണം. നമുക്കിതൊക്കെ ആസ് എ ജേർണലിസ്റ്റ് നമുക്കിതൊക്കെ ചൂണ്ടിക്കാട്ടാനേ കഴിയൂ. നമ്മുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനും നമുക്ക് കഴിയും. ഗുണവും ദോഷവും എല്ലാ ഭാഗത്തുമുണ്ട്. പക്ഷെ ആത്യന്തികമായി വിധി എഴുതുന്നത് സാധാരണ ജനങ്ങളാണ്. അവരെ പല കാരണങ്ങൾ സ്വാധീനിക്കും. ചിലപ്പോൾ സമുദായ ഘടകങ്ങളാവാം, ചിലപ്പം അവർക്ക് കിട്ടിയ എന്തെങ്കിലും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ ഒരു തലോടലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിൻ്റെ ഒരു സ്നേഹപ്രകടനമാകാം. ഈ ജനത്തെ സംബന്ധിച്ച് അവർക്ക് ഒരുപാടൊന്നും വേണ്ട. അവർക്ക് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാൽ, അവരുടെ ദുഃഖങ്ങളിലൊന്ന് അടുത്ത് നിർത്തിയാൽ അവരവരുടെ മനസ്സും വോട്ടും എല്ലാം കൊടുക്കും. അത്ര നിഷ്കളങ്കരാണ് ഭൂരിപക്ഷം ജനങ്ങളും. ഇതിൻ്റെ ഇടയിൽ വില്ലന്മാരുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇത്ര നിഷ്കളങ്കരായി ജനതയാണ് കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അടിമകളാക്കി താൻ ഏതോ രാജാവാണ് എന്ന ധാരണയിൽ എല്ലാത്തിനെയും അടക്കി ഭരിക്കാമെന്ന് ചിലർ കരുതുന്നത്. അതിനെതിരെയാണ് നമ്മുടെ ചോദ്യം. അതിനെതിരെയാണ് വിധി എഴുതേണ്ടത്. ഇവിടെ ആസ് എ ജേർണലിസ്റ്റ് നമുക്ക് തിരുത്താൻ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. പക്ഷേ ആസ് എ വോട്ടർ എൻ്റെ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ സാറിന് കഴിയുമോ? കാര്യം ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ജേർണലിസ്റ്റ് എൻ്റെ ജോലി മാത്രമാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ മുൻപിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് തമ്മിലടിക്കുന്ന UDF-കാർ, കോൺഗ്രസ്സുകാർ, പിണറായിക്കൊപ്പം നിർത്താൻ പറ്റുന്ന ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഒരു UDF-ൻ്റെ നേതാവ്, അങ്ങനെ ഒരാളില്ല. ശരിയാണ്, അതൊരു ആൾക്കൂട്ടമാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാം ഈ പാർട്ടി ഇതിങ്ങനെ പോയാൽ പോരാ. ഈ പറയുന്ന നമ്മൾ CPM-ന് അപജയങ്ങളുണ്ട്, CPM-ൽ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് കോൺഗ്രസിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുകൾ നടക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ പിണറായിയുടെ ഏകാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിലും വലിയ ഏകാധിപത്യം നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്നുള്ള വലിയൊരു ആ ഒരു നിലയിലുള്ള ഒരു അഹങ്കാരവും ഗർവും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസിനുമുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അതൊന്നും ഒരു വിഷയമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഈ പറയുന്ന ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ആരുണ്ട് എന്നുള്ളത് കോൺഗ്രസിൻ്റെ വലിയ ഇപ്പോഴത്തെ എന്നല്ല എപ്പോഴത്തെയും കോൺഗ്രസിൻ്റെ അഭിജയം അതുമാത്രമാണ്. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി നിൽക്കാൻ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും തുടങ്ങി ഒരുപാട് നേതാക്കൾ ഉണ്ടെങ്കിലും ഇവരാരും പിണറായിക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് പലർക്കും തോന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആരോപണങ്ങൾ പലതവണ ഈ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ എത്ര അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നു, ഒരെണ്ണം തെളിയിക്കാൻ. ഇപ്പോൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ കിടന്ന് വട്ടം കറങ്ങിയില്ലേ? ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിയിക്കാൻ, ജനങ്ങളെ ഈ പറയുന്ന പിണറായി ഒരു അഴിമതിക്കാരനാണ്, അയാൾ ഒരു വില്ലനാണ് എന്ന് തെളിയിക്കാൻ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾക്ക് പോലും കഴിയാതെ അവർ മടങ്ങിപ്പോയി. അത് ചിലപ്പോൾ ഒരു ഡീലിൻ്റെ ഭാഗമായിരിക്കാം. എങ്കിൽ പോലും കൊണ്ടുവരുന്ന ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ രമേശ് ചെന്നിത്തല കൊണ്ടുവരുന്ന ആരോപണങ്ങൾ വേണമെങ്കിൽ രമേശ് ചെന്നിത്തല തെളിയിച്ചോട്ടെ എന്നുള്ള മനോഭാവമാണ് UDF-ൻ്റെ ആൾക്കാർക്കുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പിണറായി അല്ലാതെ ഒരാളാരാണ്? പ്രശോഭയുടെ ചോദ്യം വ്യക്തമാണ്. പക്ഷേ ഈ പിണറായി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? എങ്ങനെ കോൺഗ്രസിലെ നേതാക്കളുടെ ഈ ഒരു കേഡർ ഇമേജ് നഷ്ടപ്പെട്ടു? അവിടെ നിന്ന് തുടങ്ങണം അന്വേഷണം. പിണറായി എന്നൊരു ബ്രാൻഡ് സൃഷ്ടിക്കപ്പെട്ടതാണ്. പിന്നെ ഈ ഒരു മല്ലയുദ്ധം നടത്താൻ ഇതൊരു ഗുസ്തി മത്സരത്തിൻ്റെ ഗോതയല്ല. അതുകൊണ്ട് അത്തരം ആലങ്കാരിക പ്രയോഗങ്ങൾ നമുക്ക് ഗോതയെന്നല്ല, ഈ വോട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ ഉള്ളിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വേറൊരാളില്ല എന്ന് ഞാൻ അതിലേക്ക് വരാം. കേരളത്തിൽ ഒരു അധികാരത്തിൻ്റെ അടയാളമായി ഏറ്റവും കൂടുതൽ അധികാരം അതിൻ്റെ തീവ്രതയിലും ആഴത്തിലും ആസ്വദിച്ചിട്ടുള്ളൊരു നേതാവ് K. കരുണാകരനാണ്. ഈ K. കരുണാകരനാണ് വാസ്തവത്തിൽ പിണറായി വിജയന് ഒരു അടയാളമായി എടുത്തത്. കാരണം ആഡംബരത്തോടെയുള്ള അധികാര അടയാളങ്ങൾ വെച്ചുള്ള യാത്ര, എങ്ങോട്ടെങ്കിലും കടന്നു ചെല്ലുമ്പോൾ അധികാരം എല്ലാ തലത്തിലും തനിക്കൊപ്പം വേണം, പോലീസ് ഉദ്യോഗസ്ഥരെ ചുറ്റും വേണം, ഏതൊരാജ്ഞയും ശിരസ സ്വീകരിക്കുന്ന വലിയൊരു വൃന്ദം ഒപ്പമുണ്ടാകണം, അനുചരന്മാർ കൈ അകലത്തിൽ നിർത്തണം. ഇത്തരമൊരു
അധികാര അടയാളം പിണറായിയുടെ മനസ്സിൽ കയറി. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് കെ കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി. പിണറായി വിജയനെ അന്ന് പോലീസ് തടങ്കലിൽ പാർപ്പിച്ചു. ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾക്ക് താൻ വിധേയനായി എന്നാണ് പിണറായി പറഞ്ഞത്. അന്ന് കൂത്തുപറമ്പ് MLA. ഇതേ പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസത്തിന് ശേഷം നിയമസഭയിലെത്തിയത് ചോര പുരണ്ട ഒരു ഷർട്ടുമായിട്ടാണ്. തന്നെ പോലീസ് കിരാതമായി മർദ്ദിച്ചു. ഇതിനെതിരെ തൻ്റെ ജീവിതം താൻ മാറ്റിവെക്കും, ഇത് കോൺഗ്രസിനെതിരെയുള്ള ഒരു സമരപ്രഖ്യാപനമാണ് എന്ന് അന്ന് പിണറായി പ്രഖ്യാപിച്ചു. അന്ന് അധികാരത്തിൻ്റെ അടയാളം കരുണാകരനിലൂടെ കണ്ട, അധികാരത്തിൻ്റെ അപകടം കരുണാകരനിലൂടെ കണ്ട, അധികാരത്തിൻ്റെ ക്രൂരത അനുഭവിച്ച പിണറായി വിജയൻ അതുതന്നെയല്ലേ പിന്നീട് കേരളത്തിലെ ജനങ്ങളോട് കാട്ടിയത്. ഇതേ പിണറായി വിജയൻ പിന്നീട് അധികാരം ആസ്വദിക്കുന്നത് നമ്മൾ കണ്ടു. അകമ്പടി വാഹനങ്ങളും അതിലപ്പുറം അധികാര ചിഹ്നങ്ങളും അലങ്കാരമാക്കി. അദ്ദേഹം പിന്നീട് ജനാധിപത്യത്തെ കൊന്നു പൂർണ്ണമായും. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് പിന്നീട് ആ പാർട്ടിയിലില്ല. ആ പാർട്ടിയിൽ മറ്റൊരു വിമർശനങ്ങൾക്കും ഇടമില്ല. പൂർണ്ണമായും ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, അതാണ് പിണറായി ആഗ്രഹിച്ചത്. അത് പിണറായി ഒരു ശൈലിയായി പകർത്തി. പ്രക്ഷോഭയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ്റെ മുന്നിലിരുന്നൊരു മാധ്യമപ്രവർത്തകൻ ഒരു കറുത്ത മാസ്ക് ധരിച്ചെത്തിയപ്പോൾ അയാളെ ഇറക്കി വിട്ടു. പോലീസ് പിടിച്ചുകൊണ്ടുപോയി ജയിലിലാക്കി. കറുത്ത കോടി കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല. കറുപ്പിനോട് ഒരു അറപ്പ് കാട്ടുന്ന മുഖ്യമന്ത്രി, കറുപ്പിനെ കണ്ടാൽ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി, അതൊരു അടയാളമാണ്. ഇത് ഏകാധിപതികളുടെ ഒരു പ്രത്യേക മനഃശാസ്ത്രമാണ്. ഏതെങ്കിലുമൊക്കെ തനിക്കിഷ്ടമില്ലാത്തത് കണ്ടാൽ പ്രതികരിക്കുന്ന, അവരെ ഏറ്റവും ക്രൂരമായി ആക്രമിക്കുന്ന ഒരു ശൈലി. നവകേരള യാത്രക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഈ കരിങ്കൊടിയുമായി വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ നിഷ്ഠൂരം തല്ലി തകർക്കാനാണ് അന്ന് പോലീസിന് നിർദ്ദേശം നൽകിയത്. പ്രതിഷേധങ്ങളെയും തല്ലി തകർക്കുക, വിമർശനങ്ങളെ അടിച്ചൊതുക്കുക, ഈ ഒരു ശൈലി പിണറായി സ്വീകരിച്ചു. അവിടെ ജനാധിപത്യം മരിച്ചു എന്നതിൽ മറ്റ് വ്യത്യാസമില്ല. ഈ അടിമത്തത്തിന് ഒരു വല്ലാത്ത ആഘാതമുണ്ട്. ഏകാധിപതികൾ വളരെ ശക്തമായി വളരുമ്പോൾ ഈ അടിമകൾ അവരുടെ ഒരു സൈക്കോളജിക്കൽ വിധേയത്വമുണ്ട് അവർക്ക്. പിന്നീട് അവർ ആ ഒരു പൊസിഷനിങ് അംഗീകരിക്കും. കേരളത്തിലും അതാ സംഭവിച്ചത്. ഒരു വശത്ത് ഒരു ഏകാധിപതി, മറുവശത്ത് അടിമകളാക്കപ്പെട്ട ഒരു വിഭാഗം. അടിമകൾ ഏകാധിപത്യമാണ് തങ്ങൾക്ക് വിധിക്കപ്പെട്ടത് എന്ന് സ്വയം നിരൂപിച്ച്, സ്വയം അങ്ങ് കരുതി അതിനോട് വിധേയപ്പെടുമ്പോൾ ആരാധന വരും. ഒരു മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ആളുകളെ തട്ടിക്കൊണ്ടു പോകുമല്ലോ, പ്രത്യേകിച്ച് യുവതികളെയൊക്കെ കിരാതമായ നിലയിൽ തട്ടിക്കൊണ്ടു പോകുന്ന ഈ തീവ്രവാദികളൊക്കെ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലത് കേട്ടിട്ടുണ്ട്. ഈ ആഫ്രിക്കൻ ബൊക്കോറാം അങ്ങനെയൊക്കെ ഉള്ളതിൽ അവർ ഈ യുവതികളെ തട്ടിക്കൊണ്ടുപോയി 1 വർഷം 2 വർഷം പാർപ്പിക്കും. ഒടുവിൽ ഈ യുവതിയോട് പോകാൻ പറഞ്ഞാൽ അവർ പോകത്തില്ല. ആ ഒരു വിധേയത്വം അവരിൽ വളരും. അത് അടിമകളുടെ ഒരു സൈക്കോളജിയാണ്. ഈ അധികാരം കൈയാളുന്ന അടയാളത്തോട് തോന്നുന്ന ആരാധന, ആ അടിമത്ത മനോഭാവമാണ് പലപ്പോഴും ഇത്തരം ഡിക്റ്റേറ്റർമാരെ അംഗീകരിക്കാനുള്ള ഒരു മനോസ്ഥിതിയിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അപ്പുറത്ത് UDFൻ്റെ കാര്യം പറഞ്ഞു. UDFൽ ഇപ്പോഴും ജനാധിപത്യം മരിച്ചിട്ടില്ല. അവിടെ വിമർശിക്കാം, അവിടെ ആക്രോശങ്ങൾ മുഴക്കാം, പരസ്പരം ഭാരമണിയും, പരസ്പരം വികലമായ പല രാഷ്ട്രീയ നിലപാടുകളും കൈക്കൊള്ളും. അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ പൂർവികർ വാങ്ങിത്തന്ന ആ ഒരു ഫ്രീഡം എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഇല്ലാതാകും. അത് സ്റ്റേറ്റിനെതിരാണ്. സ്റ്റേറ്റാണ് പരമപ്രധാനം. സ്റ്റേറ്റാണ് തിരിച്ചു വരേണ്ടത്. ഡിക്റ്റേറ്റർഷിപ്പ് അല്ല തിരിച്ചു വരേണ്ടത്. സ്റ്റേറ്റിന് കൂടുതൽ ശക്തി വരണം. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഒരുപാട് കൂടിപ്പോയത് കൊണ്ട് എത്രയിടത്ത് കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതേ കോൺഗ്രസ് ഇപ്പോൾ നിശബ്ദമായി അപശ്രുതികളില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ അതിശയത്തോടെ കാണണം. ഇതേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തമ്മിൽ തല്ലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി. പക്ഷേ ആ മുഖ്യമന്ത്രി കസേരയിൽ ഒരാൾ ഉറച്ചാൽ ബാക്കിയുള്ളവരൊക്കെ പ്രതിപക്ഷമായി ചുറ്റും നിൽക്കും. ആ മുഖ്യമന്ത്രി കസേരയിൽ എന്തെങ്കിലും വീഴ്ച ചൂണ്ടിക്കാട്ടുകയാണ് പിന്നീട് അവരുടെ ലക്ഷ്യം. നമുക്കതിനെയും ജനാധിപത്യത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയായി കാണാം. അതിനെ നമുക്ക് അപജയമെന്നൊന്നും വിളിക്കേണ്ട. മറിച്ചൊരു ഡിക്റ്റേറ്റർ എന്ത് ക്രൂരതയും ജനങ്ങളോടും ഭരണത്തോടും കാട്ടിയാലും അതിനൊക്കെ നേരെ കണ്ണടയ്ക്കുന്ന ഒരു വിഭാഗമാണ് ഒപ്പമുള്ളതെങ്കിൽ ജനാധിപത്യമില്ല.
ഈ പറയുന്നത് പോലെ പക്ഷേ അത്രത്തോളം ഒരു ക്രൂരനാണോ പിണറായി വിജയൻ? കാരണം ഒരു ഭരണാധികാരി ഒരു ഏകാധിപതിയുടെ ലെവലിലേക്കൊക്കെ പോയി ഭ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അധികാരം ഒരു ഭ്രമിപ്പിക്കുന്നതാണല്ലോ, അതിൽ വീണുപോയി പിണറായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു അത്ര ക്രൂരനാണോ? നമുക്കിവിടെ സ്വാതന്ത്ര്യമില്ലേ? നമ്മൾ സർക്കാരിനെ വിമർശിക്കാറില്ലേ? പിണറായിയെ നമ്മൾ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാറുണ്ട്. ഈ പിണറായിയോട് നമുക്ക് ആരാധന തോന്നിയാണ്. അദ്ദേഹം സാധാരണ ജനങ്ങൾക്കിടയിലേക്കൊന്ന് ഇറങ്ങി നടന്നിരുന്നുവെങ്കിൽ, ഒരു സാധാരണക്കാരൻ്റെ തോളത്ത് തട്ടിയിരുന്നുവെങ്കിൽ, ഒരു സാധാരണക്കാരനെ ഭയമില്ലാതെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് സ്വീകരിച്ചിരുന്നു എങ്കിൽ, ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന എന്നെയും പ്രശോഭയുമൊക്കെ അദ്ദേഹം എന്താണ് കാര്യം എന്ന് ചോദിച്ച് ഒരു സാധാരണത്വം പുലർത്തിയിരുന്നുവെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അംഗീകരിച്ചാനെ. അദ്ദേഹം പറഞ്ഞതെന്താ? ഇങ്ങനെ വരുന്നവരിൽ ചിലരൊക്കെ അവതാരങ്ങളായിരിക്കുമെന്ന്. പക്ഷേ എത്രയെത്ര അവതാരങ്ങളെ ചുറ്റും നിർത്തിയാണ് പിണറായി വിജയൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. എത്രയെത്ര അവതാരങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് ആളുകളെ അകറ്റി നിർത്തുന്നത് തൻ്റെ ഏകാധിപത്യ ശൈലിയെ നിലനിർത്താനാണ്. പലപ്പോഴും ആളുകളെ ഭയപ്പെടുന്നവർ അവരുടെ അജ്ഞത കൊണ്ടാണ്, ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമെന്ന ഭയം കൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെയും ആ തരത്തിലെടുക്കാനേ കഴിയൂ. ചോദ്യങ്ങളെ ഭയപ്പെടുന്നു, എന്തുത്തരം കൊടുക്കണമെന്നറിയില്ല. പിണറായി വിജയൻ്റെ പ്രസംഗം നമുക്കറിയാം, എഴുതി കൊടുത്ത് വായിക്കുകയല്ലേ ഉള്ളൂ. പലപ്പോഴും അതല്ലേ സംഭവിക്കുന്നത്. ഇൻ്റർവ്യൂകൾ പോലും വേണ്ടത്ര തയ്യാറെടുപ്പ് പ്രാക്ടീസും കഴിഞ്ഞിട്ടല്ലേ നടത്തുന്നത്. എന്നാൽ മുൻപ് കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയൊക്കെ അബദ്ധങ്ങൾ പറയുമെങ്കിലും ഉമ്മൻചാണ്ടിയൊക്കെ ഒരു വലിയ ജനകീയനല്ലായിരുന്നു. ജനകീയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഉമ്മൻചാണ്ടി VS, പ്രത്യേകിച്ച് UDF എടുക്കുകയാണെങ്കിൽ ഒരു ഉമ്മൻചാണ്ടി. പക്ഷേ ഇനി ഒരു ഉമ്മൻചാണ്ടി ആ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടാകുമെന്ന് അല്ല, നമുക്ക് പറയാൻ പറ്റില്ല. ആരെങ്കിലും വളർന്നു വരും. കാരണം ഈ സതീശനൊരു നിലപാടുള്ള നേതാവാണ്. കൃത്യതയോടെ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയുന്നയാളാണ്. എടുത്ത നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത ആളാണ്. അതേസമയം ജനകീയനാണ്. സതീശനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. പാർട്ടി അംഗീകരിക്കത്തൊന്നുമില്ല. അടുത്ത തവണ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ സതീശൻ പിന്നിൽ പോകും. കാരണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്താണ് MLA മാർ കൂടുതൽ. പക്ഷെ അതിനേക്കാൾ ഹോൾഡുമായിട്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ട്, KC. സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ഹോൾഡാണ് ഉള്ളത്. അതുകൊണ്ട് ആര് വരും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ കാര്യമെടുത്താൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. ഇത്രയേറെ കാലം കേരളത്തിൽ നിന്നാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സാധാരണക്കാരൊരു പൾസ് അറിയാം. നമുക്ക് അദ്ദേഹത്തെ നിസ്സാരമായൊന്നും കരുതേണ്ടതില്ല. രാഷ്ട്രീയ എതിരാളികളോട് ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒരു മിതത്വം പാലിക്കാറുണ്ട്. പക്ഷെ പിണറായി അങ്ങനല്ല, ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് തീർന്നു. പക്ഷേ എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഈ പറയുന്ന ഇല്ലെങ്കിൽ ഈ പിണറായി നിൽക്കുന്നത് പോലെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇവർക്ക്. അല്ല, കോൺഗ്രസ് നേതാക്കൾ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നില്ല. പാതി വഴിയിൽ അവരെ മറ്റുള്ളവർ ചേർന്ന് ഉന്തിത്തള്ളി ഇറക്കി വിടുന്ന കാഴ്ചയാണ്. പിണറായി വിജയനെ നമ്മൾ സ്നേഹിച്ചാണ്. TP ചന്ദ്രശേഖരൻ എന്ന തങ്ങളുടെ ഒരു കൂടപ്പിറപ്പ് ആ പ്രസ്ഥാനത്തിൽ നിന്നിറങ്ങി അദ്ദേഹത്തെ നിഷ്ഠൂരം കൊന്നുകളഞ്ഞു. അതിനുശേഷം പിണറായി വിജയൻ ആ TP ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചത് കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയായിരിക്കുമെന്നാണ്. അവിടെ നമുക്ക് മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പലപ്പോഴും ഇത്തരം പല അവസരങ്ങളിലും പിണറായി വിജയൻ എന്ന മനുഷ്യനിൽ മനുഷ്യത്വം അവശേഷിക്കുന്നില്ലേ എന്ന സ്വാഭാവിക സംശയം നമുക്കുള്ളിലുണ്ട്. അതുതന്നെയാണ് പിണറായിയോട് നമുക്കൊരു ഭയം തോന്നാനുള്ള കാരണം. പിന്നീട് അദ്ദേഹം ആ ഭയത്തിൻ്റെ ആഴവും വ്യാപ്തിയുമൊക്കെ തൻ്റെ പ്രതികരണങ്ങളിലൂടെ വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹം പലർക്കും ഒരു അസ്പൃശ്യനായി മാറുന്നു. മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന, സമീപിക്കാൻ കഴിയുന്ന, സംവദിക്കാൻ കഴിയുന്ന ഒരാളായിട്ടല്ല അദ്ദേഹത്തെ സ്വയം അവതരിപ്പിക്കുന്നത്. താൻ എല്ലാത്തിനും മീതെയാണ് എന്ന ചിന്ത അത് ജനങ്ങളെ അകറ്റും. പക്ഷെ ഞാൻ പറഞ്ഞു, ഇവിടെയും വിധേയത്വം അതൊരു വലിയ മാനദണ്ഡമാണ്. ആ വിധേയത്വം ഒരുപക്ഷെ വോട്ടായി മാറിയേക്കാം. ആ വിധേയത്വത്തിൻ്റെ അളവുകോൽ അത്രയും പേരെ നമുക്ക് വിധേയത്വത്തോടെ ഇത്രയും ഈ കേരളത്തിലെ ഇത്രയും ജനങ്ങളെ ഈ പിണറായിക്ക് അടിമയായിട്ട് നിർത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ക്രൂരമായ ഒരു ഇസ്ലാമിക് ഭരണകൂടം എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ പിൻഗാമിയെ പോലും അംഗീകരിക്കുന്ന ഇറാനികളെ നമ്മൾ കാണുന്നു. അവരാരും തെരുവിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല. കാരണം ഇറാനിലെ ഒരു സാഹചര്യം വെച്ചിട്ടാണോ നമ്മൾ കേരളത്തെ കാണേണ്ടത്? കേരളത്തിൽ സമാനമായ സാഹചര്യമാണ്. ഇവിടെ ജനങ്ങൾക്കുള്ളിലൊരു ഭയമുണ്ട്. ഇതെല്ലാം ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഈ രാജകുടുംബങ്ങളൊക്കെ ഭരിക്കുന്ന രാജ്യങ്ങളിൽ ചെല്ല്, നമ്മൾ ഈ വിമർശനമൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാത്തിനെതിരെയും പ്രതികരിക്കണമെന്ന ഈ ചോരത്തിലപ്പുള്ളവർ അവിടെ ചെല്ലുമ്പോൾ എന്താ വായും പൂട്ടി മിണ്ടാതിരിക്കുന്നത്? ഭയമാണ്. എല്ലാം അധികാരം എന്ന് പറയുന്നത് അധികാരം ഭയത്തിലൂടെയാണ് എപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത്. എവിടെ ഭയമുണ്ടോ അവിടെ വിധേയത്വമുണ്ട്, എവിടെ വിധേയത്വമുണ്ടോ അവിടെ അധികാരമുണ്ട്. അധികാരവും വിധേയത്വവും ചേർന്ന ഒരു പ്രത്യേക വ്യവസ്ഥിതിയിലാണ് പലരും
ചൂഷണം നടത്തുന്നത്. വലിയൊരു വിഭാഗം ജനങ്ങൾ എല്ലാ കാലത്തും ചൂഷണം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതങ്ങനെ തന്നെ തുടരും. അത് ലോകത്തിൻ്റെ ഒരു ക്രമമാണ്. ഇതിനെതിരെ വലിയൊരു വർഗ വിപ്ലവവുമായി വന്നവരല്ലേ ഈ CPM. എന്നിട്ട് ആ കമ്മ്യൂണിസ്റ്റിൻ്റെ ആശയം എവിടെ? കമ്മ്യൂണിസ്റ്റ് എന്ന ആശയം തന്നെ ഇന്നില്ലല്ലോ. നയവ്യതിയാനം എന്നൊക്കെ പറഞ്ഞു. ഇതേ പിണറായി വിജയൻ തന്നെയല്ലേ ലിബറലിസം കേരളത്തിൽ അവതരിപ്പിച്ചത്, ഫോറിൻ യൂണിവേഴ്സിറ്റികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്, കുത്തക മുതലാളിമാരെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നിട്ട് കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ യുവാക്കൾ വിദേശങ്ങളിലേക്ക് ഒഴുകി? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും. നാളെ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഇതേ ചോദ്യങ്ങളും ഇതേ ഉത്തരങ്ങളുമൊക്കെ മനസ്സിൽ വരട്ടെ. ആരെ വേണമെങ്കിലും ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ഇനി അധികാരത്തിലെത്തുന്നവരെ നമ്മൾ അധികാരത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. അതിനുശേഷം അവരെ വിമർശിക്കണം. ഒരു ജേർണലിസ്റ്റിൻ്റെ 4-ാം തൂണിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂട വിമർശനമാണ് മുഖ്യം. അത് നമ്മൾ നീതിയുക്തമായി തുടരും. അതിൽ പണം ചേർക്കില്ല, അതിൽ മറ്റൊന്നും വെള്ളം ചേർക്കില്ല. ആ നിലപാടിൽ മാറ്റമില്ല. ഒരു സർവേയുടെ പേരിലും നമ്മൾ ആരെയും മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. ഒരു വാർത്തയും ആരെയും മിസ്ലീഡ് ചെയ്യുന്നതാവില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നും ഒരു സ്പോൺസർഷിപ്പ് തുക പോലും നമ്മൾ കൈപ്പറ്റില്ല. ഒരു മാർക്കറ്റിങ്ങിന് നമ്മൾ വിധേയരാക്കപ്പെടില്ല. കാരണം അത് നമ്മുടെ പോളിസിയാണ്. അത് തന്നെയാണ് മലയാളി വാർത്തയുടെ പോളിസി. എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അവർ തീരുമാനിക്കും ആരെ വേണം, ആര് ഭരിക്കണം എന്നുള്ളത്. ഏകാധിപത്യത്തെ വലിച്ചു തോട്ടിലെറിയുന്ന സമീപനമാണെങ്കിൽ പ്രതിപക്ഷത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്തായാലും ആര് വന്നാലും ഈ പറയുന്ന പോലെ തന്നെ ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് ആരാണ്, അവരാണ് വാഴുന്നത്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.